ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കണം. കമൻറ്റിലൂടെ നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളും അറിയിക്കുക കേട്ടോ. അൽഹംദുലില്ലാ നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് പെരുന്നാളാവാനായി. നാളെ എന്തായാലും പെരുന്നാളാണ്. ഇന്ന് നോമ്പാണ്. ആ നോമ്പിൻ്റെ ആ ഒരു ദിവസമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതാണ് ഇന്ന് നോമ്പാണ് എന്ന് പറഞ്ഞത്. ഇതതിൻ്റെ തലേ ദിവസം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു. അപ്പം അത് ഇന്നാണ് എഡിറ്റ് ചെയ്ത് ഇടുന്നത് എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണല്ലോ. അപ്പോൾ സ്കൂളിലേക്ക് ഇപ്പോൾ കുട്ടികൾ ചെടിയും പിന്നെ തൈകളൊക്കെ കൊണ്ടുപോകാനുള്ള ആ ഒരു ഇതിലൊക്കെ ആയിക്കൂലേ. നമ്മളും പോകുമ്പോൾ അങ്ങനെയല്ലേ. നമ്മൾ പഠിക്കുന്ന ആ ഒരു സമയത്തൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് തൈ കിട്ടലേനി കേട്ടോ. വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു കവറിൽ എന്തിൻ്റെങ്കിലും ഒരു മരത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൈ നമുക്ക് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തന്ന് വിടലുണ്ടേനി കേട്ടോ. ഇപ്പം നമ്മൾ തിരിച്ച് കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകലാണ്. അപ്പം ഞാൻ മദ്രസ ഇല്ലല്ലോ, അതുകൊണ്ട് കുട്ടികളൊന്നും എണീച്ചൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എണീച്ചിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഗോതമ്പ് പൊടിയിൽ ചെറിയൊരു പരീക്ഷണം നടത്തിയിട്ടുള്ള ഒരു ദോശയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ആരും അത് കഴിക്കാനുള്ള സാധ്യത ഒന്നും ഞാൻ കാണണില്ല. എന്താ പറഞ്ഞാൽ നമ്മൾ സാധാ ഗോതമ്പ് പൊടീൻ്റെ ദോശയൊന്നും അങ്ങനെ നാസ്തക്ക് രാവിലത്തെ കടിക്ക് അങ്ങനെ ചുടലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അതിൽ മുട്ടയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ട് പിന്നെ അങ്ങനെ ഒന്ന് ചുട്ട് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ചെറിയൊരു പരീക്ഷണങ്ങളൊക്കെ നടത്താമല്ലോ. എന്നിപ്പോൾ ഒരുപോലെ തന്നെ ആയാലും പറ്റൂലാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചായക്കുള്ള വെള്ളവും വെച്ചിട്ട് അതിക്കൊരു 2 ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് എനിക്കൊരു തോന്നലാണ് ഏലക്കായ ഇട്ടിട്ടൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതും അപ്പുറത്തെ അടുപ്പത്തും വെച്ചിട്ട് ഇപ്പുറത്ത് മുട്ട റോസ്റ്റ് അല്ലേ, മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ചിക്കി എടുക്കൂലേ അതിന് ദോശക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് തക്കാളി ഉള്ളിയും പച്ചമുളകും കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ് കേട്ടോ. ഫുള്ളും എളുപ്പപ്പണീൻ്റെ ഉസ്താദാണ് എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ കാര്യം. പക്ഷേ അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മളിങ്ങനെ വാട്ടി എടുക്കുമ്പോൾ ചിലപ്പോൾ വാടാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവില്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ അധികവും അങ്ങനത്തെയൊക്കെ പണികളാണ് എടുക്കൽ. അപ്പോൾ ദോശക്ക് വേണ്ടിയിട്ട് ഇതാട്ടോ, ആദ്യം മിക്സീൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പൊടികൾ ഇടുമ്പോൾ എല്ലാം കൂടെ അതിൻ്റെ വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങോട്ട് ഇടുമ്പോൾ ലാസ്റ്റ് അടിയിൽ ഇങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഇതാവണ ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ കുറച്ച് വെള്ളം അടിയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ പൊടിയും ഇട്ട് കൊടുത്തിന്. അതിലേക്ക് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് കഴിഞ്ഞിട്ടോ ഞാൻ അടിച്ചിട്ടുണ്ടായിനിയത്. ഇതിൽ മഞ്ഞൾപ്പൊടി കുറച്ച് കുറവുള്ള പോലെ ഉണ്ടായിന്. ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളതിനെ കൊണ്ട് ദോശ സംഭവം പരീക്ഷണമാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. നിച്ചുമോക്കും നാഫിക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ചി എടുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അവർക്ക് ഇഷ്ടമായിക്കണം. പിന്നെ മുട്ടേൻ്റെ ഒക്കെ ആ ഒരു ഇതൊക്കെ വരുമ്പം നല്ലൊരു സോഫ്റ്റും ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ പരീക്ഷണം വെറുതെ ആയിട്ടൊന്നുമില്ല. 2 മുട്ട ഉണ്ടെങ്കിലും നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നാസ്തക്ക് ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാം. മക്കൾക്കൊക്കെ ഒരു വെറൈറ്റിയിലൊക്കെ ഇങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും. എപ്പോഴും പൂരി, ദോശ, ചപ്പാത്തി ഇതൊക്കെ തന്നെയാണല്ലോ ഉണ്ടാക്കൽ. അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് എണീച്ച് വരുമ്പോൾ തന്നെ ഇതും ചിന്തിച്ചും കൊണ്ടാണ് ഞാൻ വന്നത്, ഇന്ന് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആദ്യത്തതൊന്ന് അരച്ചെടുത്തിട്ട് അപ്പോൾ കുറച്ചും കൂടെ രണ്ടാമത്തൊന്ന് അരക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവം ഒരു പാകത്താണ് വേണ്ടിയത്. അധികം സാധാരണ നമ്മൾ മൈദ ദോശയും ഗോതമ്പിൻ്റെ ദോശയൊക്കെ ചുടൂലേ ആ ഒരു പാകത്തിന് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തിരിയുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ആരെങ്കിലും ചുട്ടിട്ടില്ലെങ്കിൽ അവർക്ക് തിരിഞ്ഞോട്ടെ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്ന് അങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോണത്. ചിലപ്പോൾ എല്ലാവർക്കും അറിയണതായിരിക്കും, എല്ലാവരും ചുടുന്നതൊക്കെ അയക്കും. പിന്നെ ഞാൻ അതൊക്കെ അവിടെ ആക്കി വെച്ചിട്ട് കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. എന്നാലും എൻ്റെ പണ്ടത്തെ ആ ഒരു ഇരുത്തൊന്നും നടക്കൂല. എല്ലാവർക്കും സ്കൂളിലും ഇക്കാക്ക് പോകണ കുട്ടികൾക്ക് പോവുകയൊക്കെ വേണ്ടിയതുകൊണ്ട് തന്നെ എൻ്റെ മെനക്കെട്ടുള്ള ഇരുത്തവും കാര്യങ്ങളൊന്നും നടക്കൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ വേഗം ചായയൊക്കെ കുടിച്ചിട്ട് എണീച്ചിട്ടുണ്ടായിന്. ഒന്ന് ഓരൊക്കെ എണീക്കാനാവുമ്പോഴൊക്കെ ദോശ ചുടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. തണുത്ത് പോയാൽ ഇനിയിപ്പോൾ ഒരു രസമില്ലാണ്ടാവണ്ട വിചാരിച്ചിട്ടാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പോയിട്ട് തീയൊക്കെ കത്തിച്ച് ഒന്ന് അവർക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചാണ്. ആ തീയ രാവിലെ അങ്ങോട്ട് കത്തിച്ചാൽ ആ വെള്ളം ഇറക്കിയ പാടെ തന്നെ നമ്മൾ ചോറിൻ്റെ പരിപാടികളും അവിടെ കഴിയുമല്ലോ. വേഗം ചെമ്പിറക്കി കഴിഞ്ഞാൽ പിന്നെ ചോറിനുള്ള വെള്ളം കൂടെ വെച്ചാൽ പെട്ടെന്ന് തന്നെ ചോറും അങ്ങോട്ട് ആയി കിട്ടും. പിന്നെ കറീൻ്റെ പരിപാടിയൊക്കെ നോക്കിയാൽ മതി. അതിൻ്റെ ഇടയിൽ മെല്ലെ ഒന്ന് പുറത്തേക്ക് വന്നതാണ്. പുറത്തത്തെ കാര്യങ്ങളും കൂടെ ഒക്കെ ഒന്ന് ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ.
അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ എന്താണ് നമ്മളെ കുക്കറിൽ വെച്ചുള്ള സാലിനൊക്കെ വെന്തിട്ടുണ്ടായിനി. അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ നിൽക്കുകയാണ്. അപ്പം ചട്ടി അടുപ്പത്ത് വെച്ചപ്പോഴാണ് എന്തോ എടുക്കാൻ മറന്നിട്ടുണ്ട്. മിക്കവാറും കയ്യിലായിരിക്കും. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയത് ഇനിയും തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. ചിലപ്പം അതും അവിടെ വെച്ചിട്ടേക്കും ഞാൻ എൻ്റെ പാട്ടിന് പോവുക. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഇതും മക്കൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിനി കേട്ടോ. ഞാൻ ആ വേവിച്ച് വെച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു മുട്ടയും പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിച്ചെടുത്താൽ അത് നല്ല സെറ്റായിട്ട് തന്നെ എടുക്കും കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ വീഡിയോസിനൊക്കെ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനകളിൽ നമ്മളുണ്ടെന്ന് ഞാനും ഞങ്ങളുടെ ചാനൽ നമ്മൾ കുടുംബം ഉണ്ട് എന്നുള്ളത് അറിയുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. കാരണം നമ്മളറിയാത്ത ഒരുപാട് ആൾക്കാരാണ് വീഡിയോ കണ്ടിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ അവരുടെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ആദ്യത്തേനെക്കാട്ടിയും കുറച്ചൊരു മെച്ചപ്പെട്ടിട്ടൊക്കെ ചാനൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളെല്ലാവരെയും സപ്പോർട്ടും സഹകരണവും കൊണ്ടാണ്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുകയാണ്. ഇനി അങ്ങോട്ട് നിങ്ങളെല്ലാവരെയും ഒരു പേരെടുത്ത് നമ്മൾ പറയണില്ല, ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരാളതായിട്ട് പേര് പറയണില്ല കേട്ടോ. എല്ലാവരോടും നമ്മളെ വീഡിയോസ് കണ്ട് ഇനിയിപ്പോൾ ഒരാളാണെങ്കിലും 10 ആളാണെങ്കിലും 100 ആളാണെന്നുണ്ടെങ്കിലും അത്രയും ആളുകളെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ആ ആളുകളോട് എല്ലാവരോടും ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ. ഇനി അങ്ങോട്ടും ഉണ്ടാവണമെന്നും കൂടെ പറയുകയാണ്. നമ്മൾ ഇതിലേ അടുക്കളക്ക് കണ്ടില്ല ഒരു മങ്ങൽ പോലെ, അതെന്താ സംഭവം എന്ന് അറിയണില്ല കേട്ടോ. ഒന്നാമത്തെ ആ ബൾബിൻ്റെ ഒരു വെളിച്ചം ഒരു നേല് പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇനി അതും കൂടെ കൊണ്ടാന്ന് തോന്നുന്നുണ്ട്, ഒരു മങ്ങൽ പോലെ തോന്നുന്നുണ്ട്. എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പം ഞാനിതാ നമ്മൾ വാട്ടാൻ വെച്ചിട്ടുണ്ടായിന് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നല്ല മിക്സ് ആക്കിയിട്ട് പിന്നെ അതിലേക്ക് ഒരു 2 മുട്ടയും പൊട്ടിച്ച് ഉടച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ദോശക്ക് നമ്മൾ സാധാ പച്ചരി ദോശക്കും അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പുഴുങ്ങിയിട്ട് ഇതാക്കുന്നതിനെക്കാട്ടി എനിക്ക് നല്ലൊരു രസം തോന്നി. അപ്പം അതും ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശ ചുടാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോഴാണ് കേട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടി കുപ്പിയിൽ കാലിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുപ്പിയൊക്കെ അന്ന് കഴുകി തുടച്ചൊക്കെ വെച്ചത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ രണ്ടാമത് ഇനി അത് കഴുകാൻ നിന്നിട്ടില്ല. പെരങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനത് കഴുകി ഉണക്കിയിട്ടേ അടുത്ത പൊടികൾ ഇട്ട് വെക്കലുള്ളൂ കേട്ടോ. അത് പിന്നെ അന്നൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചത് കൊണ്ട് തന്നെ അപ്പം അതിലേക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പം പരീക്ഷണത്തിൻ്റെ സംഭവങ്ങൾ ഇതവിടെ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും നല്ല നിലക്ക് തന്നെ ദോശ കിട്ടിയിട്ടുണ്ടായിന്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരായിട്ട് ചായ കുടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലും തിരക്കിലൊക്കെയാണ്. നിച്ചുമോൾ പിന്നെ ഒറ്റയ്ക്ക് തന്നെ മാറ്റി ഒരുങ്ങലോളം മുടിയൊക്കെ ഒന്ന് ഞാൻ കെട്ടി കൊടുത്താൽ മതി, ബാക്കിയൊക്കെ ഓള് ഒരുങ്ങിയിട്ട് അങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ ഓള് ബസ് പോണത് കൊണ്ട് തന്നെ ഓള് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നാഫിമോന് ചെടികളെന്ന് പരിസ്ഥിതി ടീച്ചർ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ കയ്യിൽ 1 2 ചെടീൻ്റെ തൈകൾ കൊടുത്തു വിടണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ത്യയിലുള്ളതെന്ന് ഒന്ന് ചട്ടിയിൽ വെച്ചതൊന്നുമല്ല, അതൊക്കെ ഇനിയിപ്പോൾ ചട്ടിയിൽ കൊണ്ടുപോയി സ്കൂളിൽ നടക്കും. ഇതൊക്കെ ആകുമ്പോൾ മുറ്റത്ത് തന്നെ കുട്ടികളെ കൊണ്ട് നടിയിക്കാനായിരിക്കും. അപ്പോൾ അതൊന്ന് ഓൻ്റെ അടുത്ത് പേപ്പറിൽ പൊതിഞ്ഞിട്ട് അതൊന്ന് കൊടുത്ത് വിട്ടിട്ടുണ്ട്. അതിങ്ങനെ കൊണ്ടുപോകാനാണോ എന്തോ ആണ് എന്നോട് ചോദിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ സ്കൂളിൽ എത്തുമോ എന്നുള്ളത് എന്തായാലും അറിയില്ല. എന്തായാലും സ്കൂളിലേക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല, അവിടുന്ന് നടന്ന് പോകാനുള്ള ദൂരം തന്നെയാണ്. നമ്മളെ സ്കൂളൊക്കെ ഇവിടെ ബാവലി തന്നെ ഉണ്ട്, അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഓനക്ക് ഞാനത് കൊടുത്തു വിട്ട്. ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത്, 2 ഉറുപ്പ്യക്ക് വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ അത്. ഇന്നലെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞേ ഇല്ല നാളെ തരാമെന്ന്. എന്താ പറഞ്ഞാൽ എന്നും ചോദിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കൊടുക്കാതെ നിന്നാൽ ശരിയാവില്ലല്ലോ. ഇടയ്ക്കൊക്കെ ഇല്ലയെന്നും കൂടെ ഒക്കെ ഒന്ന് പറയണ്ടേ അവരോട്. അപ്പോൾ ഇന്നലെ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തിട്ടില്ല, നാളെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി കേട്ടോ. ഇനിയിപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ വാങ്ങുമ്പോൾ ഇനി നോക്കിക്കണ്ടല്ലോ വിചാരിച്ചു. ഓനക്ക് സ്കൂളിൽ പോകുമ്പോൾ ഒരു 2 ഉറുപ്പ്യ വേണം. അപ്പോൾ അതൊന്ന് കൊടുത്ത് വിട്ടാൽ ഓനും അവൻ്റെ സന്തോഷത്തിൽ അങ്ങോട്ട് പോയിനി കേട്ടോ. ഇനിയിപ്പോൾ അതാ എല്ലാവരും പോയി, ഒരു തലക്കുന്ന് പണികൾ തുടങ്ങാനുണ്ട്. ആകെ പരങ്ങി അലമ്പായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഓരോ ഭാഗത്തു നിന്ന് അടിച്ചു വാരിയൊക്കെ തട്ടിക്കൊട്ടി വൃത്തിയാക്കി ഒതുക്കി പെറുക്കി വെച്ച് അലക്കാനുള്ളതൊക്കെ വാരി കൊണ്ടുവന്ന് എല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്ത് വെക്കണം. എന്നിട്ട് അടിച്ചു വാരണം, പാത്രം കഴുകണം, അങ്ങനെ തുടങ്ങിയ എല്ലാ പണികളും ഡെയിലി നമുക്ക് എടുക്കാനുണ്ട്. ഇന്നത്തെ വീഡിയോ പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. ഒരു സാധാരണമായിട്ടുള്ള നമ്മളെ ഒരു ഫുൾ ഡേ, ഒരു രാത്രി വരെയുള്ള ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ഇന്നലെ മിഞ്ഞാന്നങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അച്ചാർ കഴിഞ്ഞിട്ടോ. അപ്പോൾ ആ അച്ചാറൊന്ന് കുപ്പിയിലേക്ക് തണുത്തിട്ടൊക്കെ കുപ്പിയിലാക്കാൻ വിചാരിച്ചിട്ട് അന്നത്തെ ദിവസം ഞാൻ കുപ്പിയിൽ ഇട്ട് വെച്ചിട്ടില്ലേനു.
അപ്പോൾ ഇന്നിതാ അപ്പോൾ അതൊക്കെ ഒന്ന് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു മസാലയും ആ നീരും ഒക്കെ സംഭവങ്ങൾ കയ്യിലുള്ളതും കൊണ്ട് അതിൽ കുറച്ച് സുർക്ക ഒഴിച്ചിട്ട് ഒന്ന് നല്ല ഇളക്കിയെടുത്തൊന്ന് തിളപ്പിച്ചിട്ട് കുപ്പിയിലേക്കൊന്ന് ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞിട്ടോ. അപ്പം അതും ഒന്ന് റെഡിയാക്കി അടുക്കളയും ഞാൻ നല്ലോണം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ചോറ് അപ്പുറത്തുനിന്ന് അങ്ങനെ ആവണുണ്ട്, അടുപ്പത്ത് തന്നെ ചോറിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിനിപ്പോൾ മെനക്കെട്ട് ഞാൻ അതിൻ്റെ മേലെ പോയി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ അടുക്കള ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. ഡെയിലി ഇതാ ഞാൻ ഇതേ രീതിയിൽ തന്നെയാണ് എന്നും ചെയ്യൽ. ഗ്യാസിൻ്റെ അടിയും അതിൻ്റെ മേലെ ആ ഒരു ഫ്ലൈവുഡും കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മൾ ആ ഒരു തട്ട് പോലത്തെ സംഭവമൊക്കെ ഷെഡ് കിട്ടുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഉപകാരമാണ് കേട്ടോ. ഒരു ടൈലിൻ്റെ മേനി തോന്നിക്കും, നമ്മൾ അടുക്കള കിച്ചണിലെ സ്ലാവില്ലേ അതിൻ്റെ ഒരു മേനി തോന്നിക്കും. അപ്പം അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നതാണ്. ആ തുടക്കുന്ന ഒരു സമയത്ത് വെറുതെ ജസ്റ്റ് ഒന്ന് ആ തുണി കൊണ്ടൊന്ന് കൈ ഓടിച്ചാൽ കുറച്ചൊക്കെ ഒരു ആ പൊടിയും സംഭവങ്ങളൊക്കെ ഇല്ലാതെ കുറച്ചൊന്ന് മാനേജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതാ അപ്പുറത്തും ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ കറി എന്തെങ്കിലും ആക്കണം എന്നുള്ള ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പം ഈ ഒരു പലകയും കുപ്പിയും കാണില്ലേ, അവിടെയാണ് ഞാൻ ക്യാമറ ഓണാക്കിയിട്ട് ഫോൺ വെക്കൽ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആരാണ് വീഡിയോ എടുത്ത് തരുത്ത് എന്നൊക്കെ ഇങ്ങനെ ചിലവർ ചോദിക്കലുണ്ട്. അപ്പോൾ ഞാൻ നിച്ചുമോളുണ്ടെങ്കിൽ ഓളെടുത്ത് തരും, അല്ലെങ്കിൽ ഞാനിതാ ആ ഒരു പലകയും അതുപോലെ ഒരു കുപ്പിയും പോണയിൽ കൊണ്ട് നടക്കും. എന്നിട്ട് അതിൽ ചാരിയിട്ട് ഫോണ് ക്യാമറ ഓണാക്കി വെച്ചിട്ടൊക്കെയാണ് വീഡിയോസ് എടുക്കാൽ. നമ്മൾ എന്തെങ്കിലും ഒരു നിലനിൽപ്പ് ഇതിൽ എത്തണ വരെയൊക്കെ നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. എന്നാലല്ലേ അതിലൊരു ഇതുണ്ടാവുള്ളൂ അല്ലേ, കഷ്ടപ്പെട്ടാലല്ലേ ഒരു സുഖം ഉണ്ടാവുള്ളൂ പിന്നീട്. അപ്പോൾ വേഗം ട്രൈപോഡും കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ തന്നെ വാങ്ങാമെന്നൊന്നും വിചാരിച്ചില്ല. കാരണം ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടാതെ ഒക്കെ നമ്മൾ വേഗം പൈസ ഒക്കെ മുടക്കിയിട്ട് ഇതാക്കിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ എന്നുള്ള ഒരു ഇത് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ മുരിങ്ങച്ചപ്പ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള താത്ത തന്നതേനി കേട്ടോ. അപ്പം താളിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് മുരിങ്ങച്ചപ്പ് താളിക്കൂലേ, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു മീൻ പൊരിച്ചതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉച്ചക്ക് ഇങ്ങനെയൊക്കെ ചോറ് വയ്ക്കാൻ. അപ്പോൾ കഞ്ഞിക്കാലം അങ്ങനെ എടുത്ത് കൊണ്ടുവന്നതേനെ. അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ഉച്ചക്ക് ചോറൊക്കെ വെച്ചിട്ടുണ്ടേനോ. പിന്നെ അതാ വൈകുന്നേരമാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത്. മക്കൾ സ്കൂളിലിട്ട് വന്നിക്കണേ, നാഫിമോന് കുളിയൊക്കെ കഴിഞ്ഞ് അകത്ത് കയറിയിട്ടുണ്ടേനോ. അപ്പം നിച്ചു വന്നപ്പോൾ ഇതാ ഓക്ക് പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് കിസ് മത്സരവും പോസ്റ്റർ രചനയും പരിപാടിയൊക്കെ ഉണ്ടായിന് സ്കൂളിൽ. അപ്പോൾ അതിൽ കിസ് മത്സരത്തിന് ഫസ്റ്റും മറ്റേ പോസ്റ്റർ രചനയ്ക്ക് സെക്കൻഡൊക്കെ കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ അതിന് സ്കൂളിൽ നിന്നൊരു ചെറിയൊരു ബോക്സൊക്കെ സമ്മാനമായിട്ട് ഒരു പ്രോത്സാഹന സമ്മാനം എന്നുള്ള നിലക്ക് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അത് വന്നപാട് നമുക്ക് കാണിച്ചു തരുന്നതാണ്. മറ്റോന് ഉറങ്ങി എണീച്ചിട്ട് വന്ന് നോക്കിക്കണതാണ് കേട്ടോ. നിച്ചുമോള് മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ടാവും എന്നുള്ള ആ ഒരു ഇതും വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. പോണ ആൾക്കാരോടൊക്കെ മുട്ടായിക്ക് ഏൽപ്പിക്കലാണ് ഓൻ്റെ പണി. പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പം വെറുതെ ഒന്ന് നടക്കാൻ പോയിട്ടുണ്ടായി ആച്ചീനെയും കൊണ്ട് കേട്ടോ. വെറുതെ നമ്മളെ താത്താൻ്റെ അടുത്തും ഒക്കെ അങ്ങനെ അതിലേക്കൊന്ന് പോയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിട്ട് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെ നല്ല വെയിലാണ് മുൻഭാഗത്താണ് ഞാൻ മുന്നിൽ കാണിച്ചതിൻ്റെ ഒപ്പം തന്നെ ബേക്ക് വശത്തും കാണിച്ചിട്ടുണ്ടായിരുന്നത്. മുന്നിൽ നല്ല വേനൽക്കാലവും ബേക്ക് വശത്ത് നല്ല മഴക്കാലവുമാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ നടന്നതാ ഇവനെയും കൊണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ, പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഓനെയും കൊണ്ട് മേലെ വരെയൊക്കെ പോയി. ഞാനും താത്താൻ്റെ അടുത്തൊക്കെ പോയി അങ്ങനെ വന്നതേന്. അപ്പോൾ ഇവനെയും കൊണ്ട് പോയിട്ട് ഓന് ഇന്നെ കൂട്ടാണ്ട് ഓടുകയാണ് കേട്ടോ പുരയിലേക്ക്. എന്തോ അവിടെ എടുത്തു വെച്ച മാതിരിയാണ് ഇറങ്ങി ഓടുന്നത്. ഇതാണ് നമ്മളെ വീട്ടിലേക്ക് പോണ വഴിയാണ്. കല്ല് നമ്മളവിടുത്തെ കല്യാണത്തിനൊന്നും അവർ കല്ലിട്ടത് കൊണ്ട് തന്നെ മഴക്കാലത്ത് ചളിയും പിളിയും ഒന്നും ഇല്ലാതെ കഴിച്ചിലായിക്കണം കേട്ടോ. മുറ്റത്ത് പുല്ല് പിന്നെ നോക്കണ്ട കേട്ടോ, അത് ചെത്തി നമ്മൾ മടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നതിനിപ്പോൾ ഇക്ക ചിക്കൻ വാങ്ങി കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയൊന്നും ആക്കണം, ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം നിസ്കരിക്കാൻ കയറുന്നതിൻ്റെ മുന്നേ തന്നെ ചിക്കന് വേഗം കറിയും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായയും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിച്ചുമോള് പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓളെ വക ബ്രെഡൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം ഇതിൻ്റെ കറിയും ആക്കി എനിക്ക് നിസ്കരിക്കാൻ കയറിയാൽ പിന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴേ ഒരു തൃപ്തി ആവുള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുക, വേഗം നിസ്കരിച്ചിറങ്ങിയാൽ പറ്റില്ല. കുറച്ച് നേരം മഹരിബിന് കയറിയാൽ ഓതലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇശാ കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങലാണ് ഒരു തൃപ്തി ആവുക. അതുകൊണ്ട് തന്നെ ഞാൻ നിസ്കരിക്കാൻ കയറുന്നതിന് മുന്നേ എൻ്റെ പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് തന്നെയാണ് കയറൽ. അപ്പോൾ നിച്ചുമോൾ അവിടെ ബ്രെഡൊക്കെ ഓള വക തന്നെ ആയിട്ട് ചായക്ക് ഒക്കെ ഉണ്ടാക്കി തരുന്നൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പം അതൊക്കെ കഴിഞ്ഞതാ നമ്മളിങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. നാഫി ഇന്ന് പള്ളിയിലേക്ക് പോയിക്കണെന്ന് പരിപാടി ഉണ്ട്. അപ്പം അതുകൊണ്ട് ഓൻ അങ്ങോട്ട് പോയിനി കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പതിവ് പോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.